അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കടക്കൽ നിസാമുദ്ദീൻ ബാഖവി അൽ നാഫിഈ, ചീഫ് ഇമാം അഞ്ചൽ സെൻട്രൽ ജുമാ മസ്ജിദ്. അൽഹംദുലില്ലാഹ്, അഞ്ചൽ മുസ്ലിം ജമാഅത്തിലെ ഓരോ അംഗങ്ങൾക്കും അഭിമാനമാണ് അഞ്ചൽ ജമാഅത്തിനെ കുറിച്ച്. കാരണം കിലോമീറ്ററുകൾ ചുറ്റിക്കിടക്കുന്ന 2000-ൽ അധികം കുടുംബങ്ങൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ അറിയപ്പെട്ട ഒരു മഹല്ലാണ് അഞ്ചൽ മുസ്ലിം ജമാഅത്ത്. എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രാപിച്ച ഈ മഹല്ലിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മയ്യമടക്കാൻ, ഖബറടക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. നമ്മുടെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവന്റെ അടുക്കലേക്ക് പോകുന്ന അവന്റെ അടിമകളെ ഖബറടക്കുവാൻ നിർബന്ധമായ ബാധ്യത വീട്ടാൻ, കുഴിയെടുക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പഴയ ഖബറിന്റെ ഇടയിൽ സ്ഥലം കണ്ടെത്തി കുഴിയെടുത്ത് അടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുകയും നമ്മുടെ ഖബർസ്ഥാനോട് ചേർന്ന് 20-ഓളം സെന്റ് വസ്തു വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. എഴുത്തുകൂലി ഉൾപ്പെടെ 60-ഓളം ലക്ഷം രൂപയുടെ ചെലവുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വലിയൊരു ഉത്തരവാദിത്വം ഭാരിച്ചൊരു ചെലവ് 60-ഓളം ലക്ഷം രൂപ സ്വരൂപിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം, അത് എങ്ങനെ പൂർത്തിയാക്കണമെന്ന് ചിന്തിക്കുകയും നമ്മുടെ മഹല്ലിലെ ഓരോ വീടുകൾ കയറിയിറങ്ങി കുടുംബ സന്ദർശനം നടത്തി ഇതിന്റെ ആവശ്യകത, ഖബർസ്ഥാനിന്റെ മയ്യവാടിയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും അവരിൽ നിന്ന് സദഖകൾ സ്വരൂപിച്ച വസ്തു വാങ്ങുകയും ചെയ്യാമെന്നാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് മഹല്ലിലെ കരുത്തനായ പ്രസിഡന്റും സെക്രട്ടറിയും ഇമാമും അടങ്ങുന്നവർ പാവങ്ങളെന്നോ പണക്കാരെന്നോ ഇടത്തരക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകള് കയറിയിറങ്ങി ഖബർസ്ഥാനിന്റെ മയ്യവാടിയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് നല്ല പ്രതികരണമാണ് കിട്ടുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത വീടുകൾ പോലും, പട്ടിണി പാവങ്ങളാകുന്ന വീടുകൾ പോലും ഞാൻ കുറേശ്ശെ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് 25,000, 50,000 രൂപ വരെ പറയുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത്, ആ സമ്പത്തിന്റെ സുഖമെല്ലാം എപ്പോഴാണ് ആസ്വദിച്ച് കഴിയുന്നത് നമുക്കറിയത്തില്ല. നമ്മളെപ്പോഴും മരിക്കേണ്ടുന്നവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരമായ വീട്ടിൽ നിന്നും, നമ്മുടെ കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്നും, മണിമാളികയിൽ നിന്നും, നമ്മുടെ ഈ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ നിന്നും ചുമന്നു മാറ്റി ആരാരും തിരിഞ്ഞു നോക്കാത്ത പള്ളിക്കാട്ടിൽ 6 മണ്ണിലേക്ക് നമ്മെ കൊണ്ടുവെക്കേണ്ടുന്നവരാണ്, നമ്മെ പോയി കിടക്കേണ്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതും മനസ്സിലാക്കിയിട്ടാണ് അൽഹംദുലില്ലാഹ് ഓരോരുത്തരും ഞാനും പോയി കിടക്കേണ്ടുന്ന സ്ഥലമാണല്ലോ, എൻ്റെ ഒരു വിഹിതം 6 മണ്ണിന്റെ സ്ഥലത്തിന്റെ പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പല കുടുംബങ്ങളും സഹായിക്കുന്നത്, സഹകരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ മരിക്കേണ്ടുന്നവരാണ്, മരിച്ചേ മതിയാവും. മരിച്ചാൽ ഖബറടക്കൽ നിർബന്ധമാണ്. മരണപ്പെട്ട് നാളെ റബ്ബിന്റെ അടുക്കൽ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമുണ്ട്. അവിടെ നിന്ന് സ്വർഗവും നരകവും എന്ന 2 ലോകത്തേക്ക് അല്ലാഹു തആല നമ്മെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ദീർഘമായ ഒരു വിശ്രമ സ്ഥലമുണ്ട്, ഖബർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. വളരെ ഇടുക്കമാണ്, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ, നടക്കാൻ, നൂന്നിരിക്കാൻ കഴിയാത്ത കുടുസായ ഖബറിന്റെ ഉള്ളിലേക്ക് നമ്മെ കൊണ്ട് കിടത്തിയിട്ട് നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം പിരിഞ്ഞു പോകുമ്പോ മുൻകർ നക്കീർ അലൈഹിം സ്വലാത്തു വസ്സലാം ചോദ്യത്തിന് വേണ്ടി കടന്നു വരും. ചോദ്യം ചോദിച്ച്, നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയായിട്ടും, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മയായിട്ടും നിന്റെ ഖബർ മാറും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന സ്വതക്ക, ആ സ്വതക്കയിലൂടെ നമുക്ക് ഖബർ രക്ഷപ്പെടാൻ കാരണമായിരിക്കണം.
ഞാനും പോയി കിടക്കേണ്ടുന്ന സ്ഥലമാണല്ലോ ഖബർ. അല്ലാഹുവേ, ഈ ഖബർ എനിക്ക് രക്ഷയുടെ കവചമായിരിക്കണം, കാരണം എൻ്റെ സദക്ക എൻ്റെ രക്ഷയുടെ കവചമായിരിക്കണം എന്ന് മനസ്സിലാക്കി നമ്മുടെ ഓരോരുത്തരും നല്ല നിലയിൽ ഖബർസ്ഥാന് വേണ്ടി സദക്ക ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ അറിയിക്കാനുള്ളത്. ഇത് മുഹറം 10 നമ്മൾ അടുത്തു. മുഹറം 10 ഇനിയും ഒരു 20ഓളം ദിവസമുണ്ട് മുഹറം മാസം അവസാനിക്കാൻ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് വിഷമങ്ങളൊക്കെ മാറിയിട്ടുള്ള മനുഷ്യന് അള്ളാഹു മാറ്റിക്കൊടുത്തിട്ടുള്ള മാസമാണ് മുഹറം മാസം. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിക്ക് രക്ഷ കൊടുത്തു. ഫിറഔനിന്റെ ക്രൂരതയിൽ നിന്നും അല്ലാഹു തആല മൂസാ നബി രക്ഷിച്ചു. അബൂജഹലിന്റെ ആ ക്രൂരതയിൽ നിന്നും മുത്തുനബിയെ രക്ഷിച്ചു. മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ച, ജയിലിൽ നിന്നും യൂസുഫ് നബി രക്ഷിച്ച അല്ലാഹു തആല. അങ്ങനെ മനുഷ്യന്റെ ചരിത്രം എടുത്താൽ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടിയിട്ടുള്ള മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര്, ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്നവര്, അതൊക്കെ മാറാൻ നിയ്യത്താക്കിക്കൊണ്ട് മുഹറം മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ പറഞ്ഞു ഖബർസ്ഥാന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുക, സഹകരിക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കുടുംബ സന്ദർശനമായി കടന്നു വരുമ്പോൾ ആരും വിമുഖത കാണിക്കാതെ, വൈമനസ്യം കാണിക്കാതെ, ഓടി വിളിക്കാതെ നിങ്ങൾ കൈ നീട്ടി മഹല്ലിനെ സ്വീകരിക്കുകയും ഞങ്ങളും പോയി കിടക്കേണ്ടുന്ന സ്ഥലമാണല്ലോ എന്ന് കരുതി നിങ്ങൾ ഓരോരുത്തരും 6 അടി മണ്ണിന്റെ സ്ഥലത്തിനുള്ള പൈസ നിങ്ങൾ സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആരൊക്കെ സഹായിക്കുന്നു, സഹകരിക്കുന്നു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.